ഇന്ത്യ ഗേറ്റിൽ ധീര സ്വാതന്ത്ര്യ സമര സേനാനികളുടെ പേര് കൊത്തിവച്ചതിൽ 95,000 പേരിൽ 65,000 പേർ മുസ്ലിങ്ങളാണ്. വിശദമായി പറയാം. ചരിത്രം പരിശോധിച്ചാൽ ഇന്ത്യൻ മുസ്ലിങ്ങൾ രാജ്യത്തിന് എന്ത് സംഭാവന നൽകി എന്ന ചോദ്യത്തിന് അല്പം വ്യക്തത കുറവുണ്ടാകും. പക്ഷേ സ്വാതന്ത്ര്യ സമയത്ത് ജീവത്യാഗം ചെയ്ത ഓരോ ഇന്ത്യൻ മുസൽമാന്റെയും പേരുകൾ ചില ചരിത്രകാരന്മാരെങ്കിലും പരിഗണിച്ചിട്ടുണ്ട്. ഇന്ത്യൻ മുസ്ലിമിനെ എല്ലാം രാജ്യത്തു നിന്നും അടിച്ചോടിക്കണമെന്നും പറയുന്നവർക്ക് അങ്ങനെ പറയാനുള്ള സ്വാതന്ത്ര്യം പോലും ഇന്ത്യൻ മുസ്ലിമിന്റെ ചോര നൽകി അവർ സമ്മാനിച്ചതാണെന്ന് അവർക്കറിയില്ലല്ലോ. അത് മനസ്സിലാവണമെങ്കിൽ ഈ പറയുന്ന കൂട്ടരുടെ പൂർവികരോ അവരുടെ പൂർവികരോ ചരിത്രത്തെ അറിയാനെങ്കിലും ശ്രമിച്ചവരായിരിക്കണം. അങ്ങനെയല്ല എങ്കിൽ ഇത്തരത്തിൽ പെരുമാറാനേ സാധിക്കുകയുള്ളൂ. സാമുദായിക തീവ്രവാദികളുടെ ആധിപത്യം കൊണ്ടും മതഭ്രാന്തന്മാരുടെ അന്ധമായ മതവികാരം കൊണ്ടുമാണ് ഇന്ത്യൻ ചരിത്ര പുസ്തകങ്ങളിൽ നിന്നും അർഹിക്കുന്ന സ്ഥാനം ഇന്ത്യൻ മുസൽമാന് ലഭിക്കാതെ പോയത്. അവിടെ ഇത്രയും കാലം ഇന്ത്യ ഭരിച്ച കോൺഗ്രസിന്റെ ദേശസ്നേഹമില്ലായ്മയുടെയും ഇന്ത്യയുടെ ബഹുസ്വരതയുടെ അറിവില്ലായ്മയുടെയും ഫലമാണോ എന്ന് സംശയം. ദില്ലിയിലെ ഇന്ത്യ ഗേറ്റിൽ 95,300 സ്വാതന്ത്ര്യ സമര സേനാനികളുടെ പേരുകൾ എഴുതിയിട്ടുണ്ട്. അതിൽ 61,945 മുസ്ലിം പേരുകളാണ്. അതായത് സ്വാതന്ത്ര്യ സമര സേനാനികളിൽ 65% മുസ്ലിങ്ങളായിരുന്നുവെന്ന് വ്യക്തം. പക്ഷേ ചരിത്രത്തിൽ നിന്നും ഇതെല്ലാം എങ്ങനെ മാഞ്ഞുപോയെന്നത് അവ്യക്തമാണ്. ടിപ്പു സുൽത്താന്റെ പിതാവ് ഹൈദർ അലി മുതൽ ചരിത്രം പരിശോധിച്ചാൽ മനസ്സിലാവും ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ മുസ്ലിമിന്റെ പങ്ക്. വാസ്തവത്തിൽ ആദ്യത്തെ സ്വാതന്ത്ര്യ സമരവും ഹൈദർ അലിയുടേതായിരുന്നു. പിന്നീട് ടിപ്പു സുൽത്താൻ അധികാരം ഏറ്റെടുത്തപ്പോഴും പറങ്കിപ്പടകൾക്കെതിരെ യുദ്ധം നടത്തിയത് ചരിത്രങ്ങളിലുണ്ട്. ഹൈദർ അലിയും മകൻ ടിപ്പു സുൽത്താനും 1780-90 കാലഘട്ടങ്ങളിലാണ് ബ്രിട്ടീഷ് ആക്രമണകാരികൾക്കെതിരെ യുദ്ധം നടത്തിയത്. സൈനിക ഉപയോഗത്തിനായി പീരങ്കികളും റോക്കറ്റുകളും ഉൾപ്പെടെ അന്നത്തെ ആധുനിക രീതികളെല്ലാം ടിപ്പുവും ഹൈദർ അലിയും ബ്രിട്ടീഷുകാർക്കെതിരെ പ്രയോഗിച്ചു. നാട്ടുരാജ്യങ്ങളെ സംരക്ഷിച്ചു. 1857 ജൂൺ 30 ചിൻഹാറ്റിൽ നടന്ന നിർണായക യുദ്ധത്തിൽ ബീഗം ഹസ്രത്ത് മഹൽ എന്ന ധീരവനിതയും ബ്രിട്ടീഷുകാരെ തുരത്തിയവരിൽ മുൻപന്തിയിലുണ്ടായിരുന്നു. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിനായി പോരാടിയ വീരന്മാരുടെ പട്ടിക ഇനിയുമുണ്ട്. ആദ്യത്തെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര സംഘാടകനും നേതാവും മൗലവി അഹമ്മദുള്ള ഷാ ആയിരുന്നു. അന്നത്തെ സ്വാതന്ത്ര്യ സമരത്തിൽ പലരും കൊല്ലപ്പെട്ടു. അവരിൽ 90% മുസ്ലിങ്ങളായിരുന്നു. ബ്രിട്ടീഷ് മേധാവിക്കെതിരെ ഗൂഢാലോചന നടത്തിയതിന് 27 വയസ്സുള്ളപ്പോഴാണ് ആദ്യമായി അഷ്ഫാഖുള്ള ഖാൻ എന്ന മുസൽമാൻ തൂക്കിലേറ്റപ്പെട്ടത്. അതുമാത്രമല്ല, പണ്ട് മഹാത്മാഗാന്ധിക്കൊപ്പം മദ്യവിൽപ്പനശാലയ്ക്കെതിരെ പിക്കറ്റിംഗ് പ്രതിഷേധത്തിൽ പങ്കെടുത്ത 19 പേരിൽ 10 പേർ മുസ്ലിങ്ങളായിരുന്നു. ഇന്ത്യൻ പണ്ഡിതനും ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരകാലത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ മുതിർന്ന മുസ്ലിം നേതാവുമായിരുന്ന മൗലാന അബ്ദുൽ കലാം ആസാദ് ആയിരുന്നു അവരുടെ നേതാവ്. 1857 ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിനായുള്ള ശക്തമായ പോരാട്ടത്തിലെ അവസാന മുഗൾ ചക്രവർത്തിയാണ് ബഹാദൂർ ഷാ. പിന്നീടൊരിക്കൽ രാജീവ് ഗാന്ധി ബഹാദൂർ ഷായുടെ ശവക്കല്ലറയിൽ ഇങ്ങനെ എഴുതി ചേർത്തു: നിങ്ങൾക്ക് ഇന്ത്യയിൽ ഭൂമിയില്ലെങ്കിലും നിങ്ങൾ ഇവിടെയുണ്ട്. നിങ്ങളുടെ പേര് ജീവിച്ചിരിപ്പുണ്ട്. ഇന്ത്യയുടെ ആദ്യത്തെ സ്വാതന്ത്ര്യ യുദ്ധത്തിന്റെ ചിഹ്നവും ഓർമ്മയുമാണ് നിങ്ങൾ. ഞാൻ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. അങ്ങനെ എത്രയോ മഹാരഥന്മാർ. പിന്നീട് ഇന്ത്യൻ നാഷണൽ ആർമി രൂപം കൊണ്ടപ്പോൾ ദശലക്ഷക്കണക്കിന് രൂപ സംഭാവന ചെയ്തതിൽ ഏറിയ പങ്കും മുസ്ലിങ്ങളുടേതായിരുന്നു. INAയ്ക്ക് ലക്ഷങ്ങളാണ് MKM അമീർ ഹംസ എന്ന മുസൽമാൻ സംഭാവന നൽകിയത്. INAയുടെ ആസാദ് ലൈബ്രറി റീഡിംഗ് പ്രചാരണത്തിന് അദ്ദേഹം നേതൃത്വം നൽകി. തന്റെ മുഴുവൻ സമ്പാദ്യമായിരുന്ന 1 കോടി രൂപ ഇന്ത്യൻ നാഷണൽ ആർമിക്ക് സംഭാവന ചെയ്തു മേമൻ അബ്ദുൽ ഹബീബ് യൂസഫ് മർഫാനി. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിനായി 30 ലക്ഷം രൂപ സംഭാവന ചെയ്തു ബീവി ഉമ്മ എന്ന മുസ്ലിം വനിത. അബ്ദുൽ കലാം ആസാദ്, ജിന്ന, ബീഹാറിലെ നവാബ് എന്നിവരാണ് സമ്പൂർണ്ണ സ്വാതന്ത്ര്യത്തിനായി പദ്ധതികൾ അന്നത്തെ കാലത്ത് തയ്യാറാക്കിയത്. സുരയ്യ തിയാബ്ജി എന്ന മുസ്ലിം വനിത അന്നത്തെ കാലത്ത് അവർക്കായുള്ള പതാകയും രൂപകൽപ്പന ചെയ്തു നൽകി. ഇത്രയുമല്ല, ആ കാലത്ത് നേതാജിയുടെ മന്ത്രാലയത്തിൽ 19 മന്ത്രിമാരുണ്ടായിരുന്നതിൽ 5 പേർ മുസ്ലിങ്ങളായിരുന്നു. മുസ്ലിങ്ങൾ ഇന്ത്യയിൽ താമസിച്ചു, ഇന്ത്യയെ ഭരിച്ചു, ഇവിടെ മരിച്ചു. സാഹിത്യം, വാസ്തുവിദ്യ, ജുഡീഷ്യൽ, പൊളിറ്റിക്കൽ ഘടന, ഗവൺമെന്റ് ബോഡി, മാനേജ്മെന്റ് ഘടന എന്നിവയിൽ ധാരാളം അറിവുകൾ കൊണ്ടുവന്നുകൊണ്ട് അവർ ഇന്ത്യയെ ഏകീകൃതവും പരിഷ്കൃതവുമായ ഒരു രാജ്യമായി വികസിപ്പിച്ചു. അതിപ്പോഴും ഇന്ത്യൻ മാനേജ്മെന്റ് തന്ത്രത്തിൽ ഉപയോഗിക്കുന്നു. തമിഴ്നാട്ടിൽ ഇസ്മയിൽ ഷാഹേബ്, മരുഡാ നായക എന്നിവർ ബ്രിട്ടീഷുകാർക്കെതിരെ തുടർച്ചയായി 7 വർഷമാണ് പോരാടിയത്. ഇന്ത്യൻ സ്വാതന്ത്ര്യ യുദ്ധത്തിൽ വെസ്റ്റ് ഇന്ത്യൻ കമ്പനിക്കെതിരെ കപ്പൽ സംഭാവന ചെയ്തത് ഫക്കീർ മുഹമ്മദ് റാവത്തറാണെന്ന് എത്ര പേർക്കറിയാം?
സ്വാതന്ത്ര്യ സമര കാലഘട്ടങ്ങളിലെ പല വീര മുസ്ലിം പുരുഷന്മാരും ചരിത്രത്തിന്റെ ഏടുകളിൽ അടയാളപ്പെടാതെ പോയിട്ടുണ്ട്. പിന്നീട് ഇന്ത്യൻ പ്രസിഡന്റുമാരായി ചരിത്രം കുറിച്ചവർ. 1967 മെയ് 13-നാണ് ഇന്ത്യയുടെ 3ാമത് പ്രസിഡന്റായി സക്കീർ ഹുസൈൻ അധികാരമേൽക്കുന്നത്. ജാമിയ ഇസ്ലാമിയ സർവകലാശാല പുനർരൂപീകരണത്തിന് നിമിത്തമായത് സക്കീർ ഹുസൈൻ ആയിരുന്നു. ജാമിയ ഇസ്ലാമിയ സർവകലാശാലയുടെ തലപ്പത്തിരിക്കുന്ന സമയത്ത് തന്നെ വിദ്യാഭ്യാസ മേഖലയെ സമൂലമായ മാറ്റങ്ങൾക്ക് അദ്ദേഹം ശ്രമിച്ചുകൊണ്ടിരുന്നു. 1948, 1956 കാലഘട്ടത്തിൽ അലിഗഡ് സർവകലാശാലയുടെ വൈസ് ചാൻസലർ പദവിയിലായിരുന്നു അദ്ദേഹം. തുടർന്ന് 1956 ഇന്ത്യൻ പാർലമെന്റിലേക്ക് ക്ഷണം ലഭിച്ചു. 57 അദ്ദേഹം ബീഹാർ ഗവർണർ പദവിയിലേക്ക് എത്തുകയും ചെയ്തു. 57 മുതൽ 62 വരെ ബീഹാർ ഗവർണർ പദവിയിൽ ഇരുന്ന ശേഷം പിന്നീട് അദ്ദേഹം 1962 തന്നെ ഇന്ത്യയുടെ ഉപരാഷ്ട്രപതിയായി തിരഞ്ഞെടുക്കപ്പെട്ടു. പിന്നീട് മെയ് 13, 67 രാഷ്ട്രപതിയായി തിരഞ്ഞെടുക്കപ്പെട്ടു. 1974 ഓഗസ്റ്റ് 24-ന് ഇന്ത്യയുടെ 5ാമത് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടയാളാണ് ഫഖ്റുദ്ദീൻ അലി അഹമ്മദ്. അന്ന് ഇന്ദിരാഗാന്ധിയായിരുന്നു പ്രധാനമന്ത്രി. ചരിത്രത്തിന്റെ ഇരുണ്ട അധ്യായം എന്ന വിലയിരുത്തുന്ന അല്ലെങ്കിൽ അങ്ങനെ അറിയപ്പെടുന്ന അടിയന്തരാവസ്ഥ കാലത്ത് ഇന്ദിരാഗാന്ധിയുടെ തീരുമാനപ്രകാരം ഒപ്പിട്ട് നൽകിയത് ഫഖ്റുദ്ദീൻ അലി അഹമ്മദ് ആയിരുന്നു. ഔദ്യോഗിക സ്ഥാനത്തിരിക്കുമ്പോൾ മരണമടഞ്ഞ 2ാമത്തെ ഇന്ത്യൻ പ്രസിഡന്റ് കൂടിയായിരുന്നു അദ്ദേഹം. പിന്നീട് ഇന്ത്യയുടെ 11ാമത് പ്രസിഡന്റായി അധികാരത്തിലെത്തിയ ആളാണ് APJ അബ്ദുൽ കലാം. 2019 അവസാനിക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ഓർമ്മ വരുന്നത് ഇന്ത്യ 2020 എന്ന കലാം സാറിന്റെ പുസ്തകമാണ്. 2020 ഇന്ത്യയെ ഒരു വികസിത രാഷ്ട്രമാക്കി മാറ്റാനുള്ള മാർഗങ്ങളും ദർശനങ്ങളും ഇന്ത്യ 2020 എന്ന തന്റെ പുസ്തകത്തിൽ അദ്ദേഹം അവതരിപ്പിച്ചിരുന്നു. ശാസ്ത്രജ്ഞനായും അധ്യാപകനായും രാഷ്ട്രപതിയായും ഒരു രാജ്യത്തിന് തന്നെ ഊർജവും വെളിച്ചവും നൽകിയ മനുഷ്യൻ. ഈ പറഞ്ഞ മനുഷ്യരെല്ലാം ചരിത്രത്തിന്റെ താളുകളിൽ അത്രമേൽ പറ്റിച്ചേർന്നു നിൽക്കുന്നു. ഇതിഹാസങ്ങൾ കൂടിയാണ് ഇവരെല്ലാം. ഇന്ത്യൻ മുസൽമാന്മാരാണ്. കൂടാതെ സ്വാതന്ത്ര്യത്തിനായി പോരാടിയവരും മരണം വരിച്ചവരും ഇവർ മാത്രമല്ല. അറയ്ക്കൽ ബീവി, ഖാൻ അബ്ദുൽ ഖാഫർ ഖാൻ, തയ്യാബ് ജി ബാദ്രുദ്ദീൻ, അരുണ ആസിഫ് അലി, അഷ്ഫാഖുള്ള ഖാൻ, ഇനിയത്തുഷ ഖാൻ മഷ്രിഹി എന്നിവരും ഖിലാഫത്ത് പ്രസ്ഥാനവും ചരിത്രോദാഹരണങ്ങളാണ്. ദേശസ്നേഹികൾ ഇന്ത്യക്കാർക്ക് ദുഷ്ടരാഷ്ട്രീയക്കാർക്ക് ഇരയാകാതിരിക്കുക, ജാഗ്രത പാലിക്കണം. ഒപ്പം ശക്തവും പുരോഗമനപരവുമായ ഒരു രാഷ്ട്രത്തിനായി എല്ലാ പൗരന്മാരെയും ഒരുമിപ്പിക്കുന്ന തരത്തിൽ പ്രവർത്തിക്കുക. ന്യൂസ് ഡെസ്ക് ABC മലയാളം.